മോട്ടു, ഉള്ളിൽ ആരുമില്ല. നിന്നെ കളിയാക്കാൻ അവിടെ മറ്റൊരു മൃഗവും ഉണ്ടായിരുന്നില്ല. അത് നിന്റെ തന്നെ ശബ്ദത്തിന്റെ പ്രതിധ്വനിയായിരുന്നു. ഇത്രയും കാലം നീ മറ്റുള്ളവരെ പേടിപ്പിച്ചു, വേദനിപ്പിച്ചു. അവർ എത്രത്തോളം പേടിച്ചെന്നും എത്ര വേദനിച്ചെന്നും ഇപ്പോൾ നീ ആ ഒറ്റപ്പെടലിലൂടെയും പേടിയിലൂടെയും മനസ്സിലാക്കുന്നുണ്ടാകും. നിന്റെ തെറ്റ് ബോധ്യപ്പെട്ട് നിനക്ക് പശ്ചാത്താപം വരുന്നതുവരെ നീ ആ ഇരുട്ടത്ത് തന്നെ കിടക്ക്. ഒരിക്കൽ ഒരിരുട്ട മനോഹരമായ ഒരു വനമുണ്ടായിരുന്നു. അവിടെ എല്ലാ മൃഗങ്ങളും ഒത്തൊരുമയോടെയാണ് ജീവിച്ചിരുന്നത്. അന്നത്തെ ഉച്ചസമയം വളരെ ശാന്തമായിരുന്നു. എന്നാൽ ആ ശാന്തി അധിക നേരം നീണ്ടു നിന്നില്ല. അരേ ഭായ്, എല്ലാവരും ഓടിക്കോ. ജീവൻ രക്ഷിക്കണമെങ്കിൽ വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ. അവൻ വരുന്നുണ്ട്. നമ്മുടെ വനത്തിലെ പാവം രാജാവ് മോട്ടു തകർക്കാൻ വരുന്നുണ്ട്. ഒന്നും നോക്കാതെ കണ്ണും പൂട്ടി വെവടിയുണ്ട പോലെ അവൻ പാഞ്ഞു വരികയാണ്. അവന്റെ വേഗത കണ്ടിട്ട് തോന്നുന്നത് മുന്നിൽ വരുന്നതിനെയൊക്കെ കഷ്ണങ്ങളാക്കി വനം വൃത്തിയാക്കുമെന്നാണ്. വേഗം ഏതെങ്കിലും മരത്തിന് പിന്നിലോ കുഴിയിലോ ഒളിച്ചോ, അല്ലെങ്കിൽ അവന്റെ കാലിനടിയിൽപ്പെട്ട് ചമ്മന്തിയാകും. ഓടിക്കോ. കണ്ടോ എൻ്റെ കരുത്ത്, കണ്ടോ എൻ്റെ ബോഡി പവർ. ഈ വിശാലമായ വനത്തിൽ എന്നോട് മുട്ടാൻ ധൈര്യമുള്ളവൻ ഇതുവരെ ജനിച്ചിട്ടില്ല, ഇനി ജനിക്കാനും പോകുന്നില്ല. ഈ മരങ്ങളാണോ എൻ്റെ വഴി തടയുന്നത്? ഈ കുഞ്ഞു മൃഗങ്ങൾക്ക് എൻ്റെ മുന്നിൽ നിൽക്കാൻ പറ്റുമോ? ഞാനൊന്ന് തീരുമാനിച്ചാൽ ഈ വനം മുഴുവൻ എൻ്റെ കാലിനടിയിലിട്ട് ചവിട്ടി മെതിക്കും. ഓർത്തു വെച്ചോ, ഞാനാണ് ഇവിടുത്തെ ബോസ്. ഞാനാണ് ഇവിടുത്തെ ഏക രാജാവ്. എൻ്റെ വഴിയിൽ വന്നാൽ ഇതാകും അവസ്ഥ. അയ്യോ, ഇതെന്തു പറ്റി? കുഞ്ഞാട്ടിൻകുട്ടി, സാവധാനം എഴുന്നേൽക്കൂ. എഴുന്നേൽക്കാൻ നോക്കൂ, ഞാൻ സഹായിക്കാം. എല്ലൊന്നും മുടിഞ്ഞില്ലല്ലോ. ഒരുപാട് മുറിഞ്ഞോ? പേടിക്കണ്ട, ഞാൻ വന്നിട്ടുണ്ട്. നിനക്കൊന്നും സംഭവിക്കില്ല. ഒന്ന് കണ്ണു തുറക്കൂ, സാവധാനം ശ്വാസമെടുക്കൂ. എല്ലാം ശരിയാകും. മാനി, എന്റെ എല്ലുകളെല്ലാം തകർന്നു എന്ന് തോന്നുന്നു. ആ മോട്ട് ഇത്ര വേഗത്തിൽ വന്നിട്ടും എന്നെ കണ്ടിട്ടൊന്നും നിന്നില്ല. എന്റെ ശരീരം മുഴുവൻ വേദനിക്കുന്നു. എഴുന്നേൽക്കാൻ പോലും കരുത്തില്ല. അവൻ മനഃപൂർവ്വം എന്നെ ഇടിച്ചു തെറിപ്പിച്ചതാണ്. എടാ മോട്ടു, നിന്റെ കണ്ണ് തലയിലാണോടാ ഇരിക്കുന്നത്? അതോ അഹങ്കാരം കൊണ്ട് കണ്ണ് കാണാതായോ? ഇത്ര ചെറിയൊരു ആട്ടിൻകുട്ടിയെ കണ്ടിട്ടും നിനക്ക് ദയ തോന്നിയില്ലേ? നിന്റെ കരുത്ത് കാണിക്കാൻ ഈ മരങ്ങളും ഈ പാവം കുഞ്ഞുങ്ങളുമേ ഉള്ളൂ. നിനക്ക് കാണാൻ പറ്റുന്നില്ലേ? അതോ കരുത്ത് കൂടിയപ്പോൾ ബുദ്ധി പണി നിർത്തിയോ? ഇതെന്ത് തരം നശീകരണമാണ്? എടാ കുരങ്ങ, നിന്റെ വായടയ്ക്ക. കൂടുതൽ സംസാരിച്ചാൽ നിന്നെയും വായുവിൽ പറത്തി ഞാൻ ഫുട്ബോൾ കളിക്കും. ജാഗ്രത. ആ ആട്ടിൻകുട്ടി എൻ്റെ വഴിയിൽ തടസ്സമായി വന്നു. അതുകൊണ്ട് എൻ്റെ വേഗതയിൽ അത് തെറിച്ചുപോയി. അതിലെൻ്റെ തെറ്റെന്താ? വഴിയിൽ വരുന്നത് മാറ്റിക്കൊണ്ടേ ഞാൻ പോകൂ. ദൈവം എനിക്ക് ഈ കൂർത്ത കൊമ്പുകളും ഇരുമ്പ് പ്രതിമ പോലെയുള്ള കരുത്തുറ്റ ശരീരവും നൽകിയതെന്തിനാ? എൻ്റെ വഴിയിൽ തടസ്സമായി വരുന്നവനെ അടിച്ചുമാറ്റാൻ തന്നെ. ധൈര്യമുണ്ടെങ്കിൽ തടഞ്ഞു നോക്ക്. മോട്ടു, നിന്റെ അഹങ്കാരം നിർത്ത്. നിന്റെ ഗർവിന്റെ ഗർവ് നിന്റെ കണ്ണുകളെ അന്ധമാക്കുകയാണ്. നിന്റെ കൊമ്പുകളേക്കാൾ കൂർത്തതും കരുത്തുറ്റതുമായ വലിയ ദന്തങ്ങൾ എനിക്കുണ്ടെന്ന് നീ മറക്കണ്ട. ഞാനൊരു ചവിട്ട് തന്നാൽ നീ എവിടെ പോയി വീഴുമെന്ന് നിനക്ക് പോലും അറിയില്ല. കരുത്തുള്ളവൻ മറ്റുള്ളവരെ സംരക്ഷിക്കുകയാണ് വേണ്ടത്, അല്ലാതെ പാവങ്ങളെ ഉപദ്രവിച്ച് ക്രൂരത കാണിക്കുകയല്ല. നിന്റെ ഈ സ്വഭാവം വനത്തിന് തന്നെ നാണക്കേടാണ്. ആനേ, നിന്റെ ഉപദേശങ്ങൾ കേൾക്കാൻ എനിക്ക് നേരവുമില്ല, ക്ഷമയുമില്ല. എനിക്ക് തോന്നുന്നത് പോലെ ഞാൻ ജീവിക്കും. എനിക്കിഷ്ടമുള്ളതേ ഞാൻ ചെയ്യൂ. എന്നോട് ചോദ്യം ചോദിക്കാനോ എന്നെ തടയാനോ ധൈര്യമുള്ളവർ ആരും ഇവിടെയില്ല. എൻ്റെ പവറിന് മുന്നിൽ നിങ്ങളെല്ലാം വെറും പൂജ്യമാണ്, വെറും സീറോ. ഓർത്തുവെച്ചോ. മോട്ടു പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. കൂട്ടുകാരെ, ഇവന് നമ്മൾ എത്ര ഉപദേശം കൊടുത്താലും മനസ്സിലാകില്ല.
മുതിർന്നവർ പറയും പോലെ അനുഭവിച്ചു തന്നെ പഠിക്കണം. കുരങ്ങ, നീ വേഗം പോയി എങ്ങനെയെങ്കിലും അവനെ സമ്മതിപ്പിച്ച് ആ പഴയ ഗുഹയുടെ അടുത്തെത്തിക്ക്. അവൻ വലിയ അഹങ്കാരിയാണ്. അതുകൊണ്ട് അവന്റെ അഹങ്കാരത്തെ തന്നെ ഇരയാക്കി അവനെ ഒരു പാഠം പഠിപ്പിക്കാം. മാനെ, കണ്ടില്ലേ അവൻ എന്നോട് എത്ര ദേഷ്യമാണെന്ന്? അവൻ ഞാൻ പറയുന്നത് കേൾക്കുമോ? എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അവൻ ദേഷ്യം കൊണ്ട് കത്തും, എന്നെ എടുത്തെറിയും. ഇത് തന്നെയാണ് നമുക്ക് വേണ്ടതും. അവൻ നിന്റെ മേൽ ദേഷ്യപ്പെട്ട് ഭ്രാന്ത് പിടിക്കണം. അവന് നല്ല ദേഷ്യം വരുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞ് പ്രകോപിപ്പിക്ക്. ആനേ, നിങ്ങൾ ആ ഗുഹയുടെ അടുത്ത് തയ്യാറായി നിൽക്കൂ. അവൻ ഉള്ളിൽ കയറിയ ഉടനെ ആ വലിയ കല്ല് വെച്ച് വാതിലടയ്ക്കണം. ഇന്ന് മോട്ടുവിന്റെ തന്റെ തെറ്റ് മനസ്സിലാവണം. അവന് നല്ലൊരു പാഠം കിട്ടണം. മോട്ടു, ഓ മോട്ടു, ഈ വനത്തിൽ നീ മാത്രമാണ് രാജാവ്, വലിയ കരുത്തൻ എന്നൊക്കെ നീ അഹങ്കരിക്കാറുണ്ട്. പക്ഷേ നിനക്കൊരു കാര്യം അറിയാമോ? ആ പഴയ ഗുഹയിൽ ഒരു പുതിയ വിചിത്ര മൃഗം വന്നിട്ടുണ്ട്. അവൻ്റെ കരുത്തിനു മുന്നിൽ നീ ഒന്നുമല്ല. അവൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ വനം വിറയ്ക്കുകയാണ്. നിന്നെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ആ മോട്ടു ഒരു പൂച്ചക്കുട്ടിയാണ്. എൻ്റെ അടുത്ത് വന്നാൽ അവൻ്റെ കൊമ്പ് ഒടിച്ച്, അതുകൊണ്ട് തന്നെ അവൻ്റെ പുറത്ത് ഞാൻ മേളം വയ്ക്കും. അവനെ ഈ കാട്ടിൽ നിന്ന് ഓടിക്കും. എല്ലാ മൃഗങ്ങളുടെയും മുന്നിൽ അവൻ നിന്നെ കളിയാക്കുകയാണ്. എന്ത്? അവൻ ഇത്രയ്ക്ക് ധൈര്യമോ? അവൻ എന്നെ കളിയാക്കുമോ? എന്നേക്കാൾ കരുത്തൻ, എന്നേക്കാൾ വലിയ ആൺകുട്ടി ഈ കാട്ടിൽ വേറെ ആരുണ്ട്? എവിടെയാണവൻ? ഇപ്പോൾ തന്നെ അവൻ്റെ അഡ്രസ് പറഞ്ഞതാ. അവൻ്റെ അഹങ്കാരം തകർത്ത് അവൻ ആരാണെന്നും ഞാൻ ആരാണെന്നും കാണിച്ചു തരാം. നടക്ക്, കാട്ടിത്ത എവിടെയാണെന്ന്. മോട്ടു ആവേശത്തോടെ ഗുഹയ്ക്ക് സമീപം എത്തുന്നു. മോട്ടു സൂക്ഷിക്കണം. ഉള്ളിലുള്ളത് സാധാരണ മൃഗമല്ല, വലിയ അപകടകാരിയാണ്. അവൻ നേരിട്ട് നിന്നെയാണ് വെല്ലുവിളിക്കുന്നത്. നിനക്ക് സത്യമായും ധൈര്യമുണ്ടെങ്കിൽ, മരണത്തെ പേടിയില്ലെങ്കിൽ, ധൈര്യമായി ഉള്ളിൽ പോയി അലറടാ. അപ്പോൾ അറിയാം ആരാരാണ് വീരനെന്ന്. എടാ, ഒളിച്ചിരിക്കുന്ന പേടിത്തൊണ്ട, ധൈര്യമുണ്ടെങ്കിൽ പുറത്തു വരടാ. വാ, എന്നോട് യുദ്ധം ചെയ്യാനുള്ളവൻ നീയാണോ? വാടാ, നോക്കിക്കളയാം. വാ, എന്നോട് യുദ്ധം ചെയ്യാനുള്ളവൻ നീയാണോ? വാടാ, നോക്കിക്കളയാം. എടാ, നിനക്കിത്രയ്ക്ക് അഹങ്കാരമോ? ഞാൻ പറയുന്നത് തന്നെ എനിക്ക് തിരിച്ചു പറയുന്നുണ്ടോ? നീ എന്നോട് തന്നെ മുട്ടാൻ വരുന്നു. ഇത്രയ്ക്ക് ഗർവോ? ഇതാ, ഞാൻ അകത്തേക്ക് വരുന്നു. നിന്റെ കണക്ക് തീർക്കാൻ. നിന്റെ അന്ത്യം ഇന്ന് നടക്കും. മോട്ടു ഉള്ളിലേക്ക് ഓടിക്കയറിയ ഉടനെ ആന ഒരു വലിയ കല്ല് വെച്ച് ഗുഹ അടയ്ക്കുന്നു. അയ്യോ, ഇവരാരുമില്ലേ? എല്ലാം ഇരുട്ടാണല്ലോ. കല്ല് ആരാണ് വെച്ചത്? പ്ലീസ്, ആരായാലും ആ കല്ലൊന്ന് മാറ്റൂ. എനിക്കിവിടെ ശ്വാസം മുട്ടുന്നു. എന്നെ രക്ഷിക്കൂ. എനിക്ക് ഇരുട്ടത്ത് പേടിയാവുന്നു. ആരാരെങ്കിലും ഉണ്ടോ? രക്ഷിക്കൂ. മോട്ടു, ഉള്ളിൽ ആരുമില്ല. നിന്നെ കളിയാക്കാൻ അവിടെ മറ്റൊരു മൃഗവും ഉണ്ടായിരുന്നില്ല. അത് നിന്റെ തന്നെ ശബ്ദത്തിന്റെ പ്രതിധ്വനിയായിരുന്നു. ഇത്രയും കാലം നീ മറ്റുള്ളവരെ പേടിപ്പിച്ചു, വേദനിപ്പിച്ചു. അവരെത്രത്തോളം പേടിച്ചെന്നും എത്ര വേദനിച്ചെന്നും ഇപ്പോൾ നീ ആ ഒറ്റപ്പെടലിലൂടെയും പേടിയിലൂടെയും മനസ്സിലാക്കുന്നുണ്ടാകും. നിന്റെ തെറ്റ് ബോധ്യപ്പെട്ട് നിനക്ക് പശ്ചാത്താപം വരുന്നതുവരെ നീ ആ ഇരുട്ടത്ത് തന്നെ കിടക്ക്. മാനേ, എന്നോട് ക്ഷമിക്കൂ. കരുത്തുള്ളതുകൊണ്ട് അഹങ്കാരം വന്ന് എൻ്റെ കണ്ണ് കാണാതായിപ്പോയി. ഇങ്ങനെയൊരു ഇരുട്ടത്ത് തനിയെ കഴിയുന്നത് എത്ര പേടിപ്പെടുത്തുന്നതാണെന്ന്, എത്ര നരകതുല്യമാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്നെ വിട്ടയക്കൂ. ഇനി ഞാൻ ആരെയും ഉപദ്രവിക്കില്ല. എല്ലാവരോടും ഒരു കൂട്ടുകാരനെ പോലെ ഇരുന്നോളാം. പ്ലീസ്, ദയവ് ചെയ്ത് എന്നെ പുറത്തിറക്കൂ. സത്യമാണോ മോട്ടു? മനസ്സ് മാറിയോ? അതോ പുറത്തിറങ്ങിയാൽ എന്നെ വീണ്ടും ഫുട്ബോൾ ആക്കുമോ? ഇല്ല കുരങ്ങ, ദൈവം എനിക്ക് തന്ന ഈ കരുത്ത് മറ്റുള്ളവരെ പേടിപ്പിക്കാനല്ല, മറ്റുള്ളവരെ സംരക്ഷിക്കാനാണെന്ന് ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കി. എൻ്റെ സത്യം, എന്നെ വിശ്വസിക്കൂ.
ആന സാവധാനം ആ വലിയ കല്ല് മാറ്റി. ഇരുട്ടു നിറഞ്ഞ ഗുഹയിൽ നിന്നും മോട്ടു പുറത്തു വന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ മൃഗങ്ങളുടെയും മുന്നിൽ മോട്ടു തലകുനിച്ച് ഹൃദയപൂർവ്വം നമസ്കരിച്ചു. ആ നിമിഷം മുതൽ മോട്ടു മാറിപ്പോയി. തന്റെ ശക്തമായ കൊമ്പുകൾ കൊണ്ട് വനത്തിലെ വഴിയിൽ വീണുകിടന്ന വലിയ മരങ്ങൾ അവൻ ശ്രദ്ധയോടെ മാറ്റി വഴി വൃത്തിയും മനോഹരവുമാക്കി. പരിക്കേറ്റ ആട്ടിൻകുട്ടിയെ സാവധാനം തന്റെ പുറത്തിരുത്തി വനം മുഴുവൻ ചുറ്റിക്കാണിച്ചു. ഒരിക്കൽ കുരങ്ങൻ മരത്തിൽ നിന്ന് വഴുതി വീഴാൻ തുടങ്ങിയപ്പോൾ മോട്ടു ഒട്ടും വൈകാതെ ഓടിച്ചെന്ന് മരത്തിനടിയിൽ ഉറച്ചുനിന്നു. അങ്ങനെ കുരങ്ങൻ സുരക്ഷിതമായി അവന്റെ പുറത്തു വന്നിരുന്നു. മോട്ടു, നീ ഇപ്പോൾ വെറും ഒരു കരുത്തനായ പുരുഷൻ മാത്രമല്ല, എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയ ഒരു നല്ല മനുഷ്യൻ കൂടിയാണ്. നീ തന്നെയാണ് ഞങ്ങളുടെ ഹീറോ. പണ്ട് പേടിച്ചോടിയിരുന്ന മൃഗങ്ങൾ ഇപ്പോൾ വിശ്വാസത്തോടെ അവന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി.